ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഹൈഫൺ. രണ്ട് വാക്കുകളെ തമ്മിൽ വേർതിരിക്കാനായി ഉപയോഗിക്കുന്ന ആ ചെറിയ വര, അതുതന്നെ ഹൈഫൺ. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ അങ്ങനെ ഒരു ഹൈഫൺ വിട്ടുപോയാൽ, പ്രത്യേകിച്ചും ബഹിരാകാശ ഗവേഷണ രംഗത്താണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരാം. ബഹിരാകാശ ഗവേഷണത്തിൽ അങ്ങനെ ഒരു ഹൈഫണ്ട് ചരിത്രമുണ്ട്. ഇന്നത്തെ കണക്കിന് $18 മില്യൺ അഥവാ 1500 കോടി രൂപ വില വരുന്ന ഒരു ഹൈഫൺ. ഇപ്പോൾ ബഹിരാകാശത്ത് വേസ്റ്റ് നിക്ഷേപിക്കുന്നത് പോലും അന്താരാഷ്ട്ര നിയമങ്ങൾ മൂലം വിലക്കിയിട്ടുണ്ട്. പക്ഷെ വൻ ശക്തികൾ ബഹിരാകാശത്ത് ധാരാളം പരീക്ഷണ ആണവ വിസ്ഫോടനങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. നമസ്കാരം. പ്രിൻസിപ്പിയ സയൻസ് ചാനലിന്റെ സൗരയുഗം താണ്ടിയ മനുഷ്യൻ എന്ന പരമ്പരയുടെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ബഹിരാകാശത്ത് ചുവടുറപ്പിക്കുന്നതിന്റെ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിൽ. സ്പേസിലെ ഇരട്ട ദൗത്യങ്ങൾ, ചൊവ്വയെയും ശുക്രനെയും ലക്ഷ്യം വെച്ചുള്ള ദൗത്യങ്ങൾ, അമേരിക്കയുടെ ബഹിരാകാശത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം തുടങ്ങിയവ. 1960 അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ബഹിരാകാശ മത്സരം ഒരു സുപ്രധാന വിഷയമായിരുന്നു. റിച്ചാർഡ് നിക്സനെ തോൽപ്പിച്ചുകൊണ്ട് കെന്നഡി അധികാരത്തിൽ വന്നത് തന്നെ സ്പേസ് യാത്രയിൽ റഷ്യയെ തോൽപ്പിക്കുമെന്ന വാഗ്ദാനവുമായിട്ടാണ്. കെന്നഡി അധികാരമേറ്റ് ഏറെ കഴിയുന്നതിന് മുൻപ് തന്നെ ജെയിംസ് വെബിനെ നാസയുടെ തലവനായി നിയമിച്ചു. മനുഷ്യനെ ചന്ദ്രനിലിറക്കി തിരിച്ചെത്തിക്കുന്നതിനുള്ള പരിശ്രമം അപ്പോഴേ ആരംഭിക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയന് അമേരിക്കയുടേതുപോലെ കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. 1962 പോലും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ലൂണാർ പ്രോഗ്രാം അപ്രൂവ് ചെയ്തിരുന്നില്ല. അവിടെ രാഷ്ട്രീയ നേതൃത്വത്തെയും പട്ടാളത്തെയും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഏറെ ദുഷ്കരമായിരുന്നു. ഇതിനുവേണ്ടി പെടാപ്പാട് വിട്ടുകൊണ്ടാണ് സെർജി കൊറോലേവിന് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാനായത്. ആദ്യഘട്ടങ്ങളിലെല്ലാം സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് മുന്നേറിയിരുന്നു. സ്പേസിൽ വെച്ചുള്ള റോണ്ടവ്യൂ അഥവാ ഡോക്കിങ്ങും ചന്ദ്രോപരിതലത്തിന്റെ പഠനവുമൊക്കെയായിരുന്നു അടുത്ത ഘട്ടങ്ങൾ. ഒരു ഉപഗ്രഹത്തെ ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കുക, ഇനിയൊരു ഉപഗ്രഹത്തെ അതിലും താഴെയുള്ള മറ്റൊരു ഭ്രമണപഥത്തിൽ എത്തിക്കുക. അടുത്ത പടി അതിന്റെ ഓർബിറ്റൽ പാരാമീറ്ററുകളിൽ വേണ്ട തിരുത്തലുകൾ വരുത്തി ആദ്യത്തേതുമായി ഡോക്ക് ചെയ്യുക. ഒരു ചാന്ദ്ര ദൗത്യം സാധ്യമാവണമെങ്കിൽ ഇത് അനിവാര്യമാണ്. മണിക്കൂറിൽ 10,000 കണക്കിന് കിലോമീറ്ററുകൾ വേഗത്തിൽ കുതിക്കുന്ന പേടകങ്ങൾ തമ്മിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർക്കണം. ബഹിരാകാശത്തിൽ ഗുരുത്വം മാത്രമാണ് പ്രതിരോധമായിട്ടുള്ളത്. അതാവട്ടെ സ്ഥിരമാണ് താൻ. ചലന നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ കാര്യം ഭൗമോപരിതലത്തിലേക്കാൾ എളുപ്പമാണ്. ചന്ദ്രോപരിതലത്തിന്റെ ചിത്രങ്ങൾ എടുക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ആദ്യ ശ്രമം. അതിനായിരുന്നു റേഞ്ചർ പ്രോഗ്രാമിന് രൂപം കൊടുത്തത്. ചെന്നിറങ്ങാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണ വേണമല്ലോ. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങുന്ന ദൗത്യങ്ങൾ അതിന് 10 മിനിറ്റ് മുൻപ് മുതൽ ചിത്രങ്ങൾ എടുത്ത് ഭൂമിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയായിരുന്നു പരിപാടി. റേഞ്ചർ 4 ആയിരുന്നു ആദ്യമായി ഭാഗികമായെങ്കിലും വിജയിച്ച ദൗത്യം. പേടകത്തിലെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം തകരാറിലായതുകൊണ്ട് ദൗത്യം പരാജയപ്പെട്ടു. അത് ചന്ദ്രന്റെ അദൃശ്യഭാഗത്ത് ഇടിച്ചിറങ്ങിയെങ്കിലും ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല. ദൗത്യത്തിൽ ഇടിയുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങളും പതനത്തിന്റെ വേഗത കുറയ്ക്കുന്നതിനുള്ള റിട്രോ റോക്കറ്റുകളും സജ്ജീകരിച്ചിരുന്നു. മറ്റൊരു ആകാശഗോളത്തിൽ സ്പർശിച്ച അമേരിക്കയുടെ ആദ്യത്തെ ദൗത്യവും ചന്ദ്രന്റെ അദൃശ്യഭാഗത്ത് ഇടിച്ചിറങ്ങിയ ആദ്യത്തെ ദൗത്യവുമായിരുന്നു റേഞ്ചർ 4. സ്കാനിംഗ് മെക്കാനിസമുള്ള വിഡിക്കോൺ ടെലിക്യാമറ, ഗാമ-റേ സ്പെക്ട്രോമീറ്റർ, റഡാർ ആൾട്ടിമീറ്റർ, സെയ്സ്മോമീറ്റർ തുടങ്ങിയ പല ഉപകരണങ്ങളും ദൗത്യത്തിലുണ്ടായിരുന്നു. 1962 മെയ് 24 മെർക്കുറി അറ്റ്ലസ് 7 വിക്ഷേപിക്കുന്നത്. സ്കോട്ട് കാർപ്പന്റർ ആയിരുന്നു പൈലറ്റ്. ബഹിരാകാശത്തിൽ സഞ്ചരിച്ച 6ാമത്തെ മനുഷ്യൻ. തൊട്ടു മുൻപത്തെ നാസയുടെ ദൗത്യമായ മെർക്കുറി അറ്റ്ലസ് 6 ബാക്കപ്പ് ആയിരുന്നു കാർപ്പന്റർ. ദൗത്യം മുൻപത്തേതിന് സമാനമായിരുന്നുവെങ്കിലും അമേരിക്കയെ മൊത്തം മുൾമുനയിൽ നിർത്തിയ ഒന്നായിരുന്നു അത്. നേവൽ ഓഫീസറും വൈമാനികനും എയറോനോട്ടിക്കൽ എഞ്ചിനീയറുമായ കാർപ്പന്റർ 1959 മെർക്കുറി സ്പേസ് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഭാരരഹിത അവസ്ഥയിൽ ദ്രാവകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനവും കാലാവസ്ഥാ നിരീക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭൂമിയുടെ ഫോട്ടോഷൂട്ടുമായിരുന്നു ദൗത്യത്തിലെ പ്രത്യേക ലക്ഷ്യങ്ങൾ. അമേരിക്കയുടെ മെർക്കുറി പ്രൊജക്ടിലെ യാത്രികരാണ് മുകളിലെ സ്ലൈഡിൽ. ഓരോ പ്രദക്ഷിണത്തിലും സൂര്യോദയത്തിൽ പേടകത്തിന് ചുറ്റും പറക്കുന്ന മിന്നാമിനുങ്ങുകളെ കാർപ്പന്ററും കാണുകയുണ്ടായി. രാത്രി സമയത്ത് പേടകത്തിൽ പറ്റിപ്പിടിക്കുന്ന ചെറിയ മഞ്ഞ് ശകലങ്ങളായിരുന്നു ഇവ. 4 മണിക്കൂർ 39 മിനിറ്റ് നീണ്ട ദൗത്യം വിജയമായിരുന്നു. ഹവായിയൻ ദ്വീപ സമൂഹങ്ങൾക്ക് മുകളിലെത്തിയപ്പോൾ ദൗത്യത്തെ ഓട്ടോമാറ്റിക് കൺട്രോളിലേക്ക് മാറ്റാനും റിട്രോഫയർ കൗണ്ട് ഡൗൺ ആരംഭിക്കാനും ഫ്ലൈറ്റ് ഡയറക്ടർ ക്രിസ് ക്രാഫ്റ്റ് നിർദ്ദേശം നൽകി.
തയ്യാറെടുപ്പിനുള്ളിൽ മാനുവൽ സിസ്റ്റം ഓഫ് ആക്കാൻ കാർപ്പന്റർ വിട്ടുപോവുകയും രണ്ടും ഒരുമിച്ച് 10 മിനിറ്റ് നേരം പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി കുറെ അധികം ഇന്ധനം നഷ്ടമാവുകയും റീഎൻട്രി മാർക്കിൽ വ്യത്യാസം സംഭവിക്കുകയും ചെയ്തു. തീരുമാനിച്ചതിൽ നിന്ന് 400 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് കാർപ്പന്റർക്ക് സ്പ്ലാഷ് ഡൗൺ സാധ്യമായത്. 1 മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിലെ കാർപ്പന്ററെയും പേടകത്തെയും കണ്ടുപിടിക്കാൻ വീണ്ടെടുക്കാൻ കഴിഞ്ഞുള്ളൂ. അമേരിക്കക്കാരെ മുഴുവനിൽ നിർത്തിയ 1 മണിക്കൂർ. തിരച്ചിലിനിടയിൽ നമുക്ക് ഒരു ആസ്ട്രോനോട്ടിനെ നഷ്ടപ്പെട്ടതായി സംശയിക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. ഇതിന് വിലയായി കാർപ്പന്റർക്ക് പിന്നീടുള്ള ബഹിരാകാശ യാത്രകൾ നിഷേധിക്കപ്പെട്ടു. തന്റെ ഉപകരണങ്ങൾ ചെക്ക് ചെയ്യാനുള്ള നിർദ്ദേശം കാർപ്പന്റർ അവഗണിച്ചു. അയാൾ ഇനി ഒരിക്കലും ബഹിരാകാശത്ത് യാത്ര ചെയ്യില്ല എന്നാണ് ഫ്ലൈറ്റ് ഡയറക്ടർ ക്രാഫ്റ്റ് പറഞ്ഞത്. കുറ്റം കാർപ്പന്ററിൻ്റെതായിരുന്നില്ല എന്നും അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് പിന്നീട് ബഹിരാകാശ യാത്രകളിൽ പങ്കെടുക്കാനായില്ല. കാർപ്പന്റർ നേവിയിലേക്ക് തിരികെ പോയി. അവിടെ സീ ലാബ് എന്ന സമുദ്രാന്തര ദൗത്യത്തിൽ അംഗമായി. കോസ്മോനോട്ടിന്റെ പദവി ഉപേക്ഷിച്ച് അക്വനോട്ടായി. സീ ലാബ് 2 എന്ന ദൗത്യത്തിൽ 28 ദിവസം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ജീവിച്ച് റെക്കോർഡ് സ്ഥാപിച്ചു. റേഞ്ചർ പ്രോഗ്രാം അമേരിക്കയുടെ ഒരു തുടർ പരിപാടിയായിരുന്നു. 1961 ഓഗസ്റ്റ് 3 മുതൽ 1965 മാർച്ച് 21 വരെയായി 9 ദൗത്യങ്ങളാണ് ഈ പ്രോഗ്രാമിൽ വിക്ഷേപിക്കപ്പെട്ടത്. അതിൽ 7 എണ്ണവും പരാജയമായിരുന്നു. ചന്ദ്രനിൽ ആളെ ഇറക്കുന്നതിനുള്ള അപ്പോളോ പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു റേഞ്ചർ പ്രൊജക്ട്. അതുകൊണ്ടാണ് തുടർച്ചയായ പരാജയങ്ങളെ അവഗണിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് പരീക്ഷണങ്ങൾ തുടർന്നത്. 1962 ഒക്ടോബർ 5-നാണ് റേഞ്ചർ 5 വിക്ഷേപിച്ചത്. ചന്ദ്രനിലേക്കുള്ള പ്രയാണത്തിൽ 13 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം ദൗത്യം പൂർണ്ണമായി നഷ്ടമായി. തുടർന്ന് അത് ചന്ദ്രനിൽ നിന്ന് അകന്ന് സൂര്യകേന്ദ്ര ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. മറ്റ് റേഞ്ചർ ദൗത്യങ്ങൾ വഴിയെ പരിശോധിക്കും. സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 2 ഒരു ദിവസം മാത്രമാണ് സ്പേസിൽ സഞ്ചരിച്ചത്. ഗർമാൻ ടിറ്റോവിന് സ്പേസ് സിക്നസ് ബാധിക്കുകയും ദൗത്യം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ട ഘട്ടം വരെ എത്തുകയും ചെയ്തിരുന്നു. അടുത്ത പടിയായി കൊറോലേവ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ് പ്ലാൻ ചെയ്തത്. അതാണ് തമ്മിൽ കാണുവാനും പരസ്പരം ആശയവിനിമയം ചെയ്യുവാനും കഴിയും വിധം ഒരു ഇരട്ട ദൗത്യമായി മാറിയത്. സ്പേസിൽ വെച്ചുള്ള ടോക്കിങ്ങിന്റെ ആദ്യഘട്ടമായിരുന്നു കൊറോലേവിന്റെ മനസ്സിൽ. കോസ്മോനോട്ടുകളുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുകയായിരുന്നു വോസ്റ്റോക്ക് 3ന്റെ മറ്റൊരു ലക്ഷ്യം. പൈലറ്റിന്റെ ശരീരത്തിൽ ധാരാളം ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരുന്നു. ഇലക്ട്രോ കാർഡിയോഗ്രാം, ന്യൂറോഗ്രാം, ഇലക്ട്രോ എൻസെഫാലോഗ്രാം, ഇലക്ട്രോ ഒക്കുലോഗ്രാം തുടങ്ങിയവ. സ്പേസ് സിക്നസിന് മറികടക്കുന്നതിന് കൂടുതൽ പരിശീലനവും കോസ്മോനോട്ടുകൾക്ക് നൽകിയിരുന്നു. 1961 നവംബറിലാണ് വോസ്റ്റോക്ക് 3ഉം 4ഉം വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ബൈക്കനൂരിലെ ലോഞ്ചിങ് പാഡ് 1962 ജൂൺ വരെ മിസൈലുകളുടെ വിക്ഷേപണത്തിന് വേണ്ടി തിരക്കിലായിരുന്നു. മിസൈൽ വിക്ഷേപണങ്ങളെല്ലാം പരാജയപ്പെടുകയും ലോഞ്ചിങ് പാഡിന് വലിയ രീതിയിലുള്ള റിപ്പയർ വർക്കുകൾ വേണ്ടിവരികയും ചെയ്തു. ഇതെല്ലാം ഇരട്ട ദൗത്യങ്ങളുടെ വിക്ഷേപണത്തെ താമസിപ്പിച്ചു. 1962 ജൂലൈ 9-ന് അമേരിക്ക സ്റ്റാർഫിഷ് പ്രൈം എന്ന പേരിൽ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുകയുണ്ടായി. സ്റ്റാർഫിഷ് പ്രൈം അവരുടെ 5ാമത്തെ പരീക്ഷണമായിരുന്നു. പസഫിക് സമുദ്രത്തിലെ ജോൺസ്റ്റൺ അറ്റോൾ എന്ന ദ്വീപിൽ നിന്നുമായിരുന്നു വിക്ഷേപണം. 400 കിലോമീറ്റർ ഉയരെ വെച്ചാണ് സ്ഫോടനം നടന്നത്. അതിന്റെ ഫ്ലാഷാണ് സ്ലൈഡിലുള്ളത്. പ്രതീക്ഷിച്ചതിലും വലിയ ഇലക്ട്രോമാഗ്നറ്റിക് പൾസാണ് ഉണ്ടായത്. ഡിറ്റണേഷൻ പോയിന്റിൽ നിന്ന് 1450 കിലോമീറ്റർ അകലെയുള്ള ഹവായിയിൽ 300ഓളം തെരുവ് വിളക്കുകൾ തകർന്നു. നിലവിലുണ്ടായിരുന്ന പല ലോ എർത്ത് സാറ്റലൈറ്റുകളുടെയും യന്ത്ര സംവിധാനങ്ങൾ തകരാറിലായി. പസഫിക്കിന്റെ ഒരു വലിയ പ്രദേശം മുഴുവൻ പ്രകാശപൂരിതമായി. പരീക്ഷണം കഴിഞ്ഞ് ഏറെ ദിവസങ്ങളോളം സന്ധ്യകളിൽ പ്രകാശത്തിന്റെ സ്കാറ്ററിംഗ് കാണാൻ കഴിഞ്ഞിരുന്നു. അന്തരീക്ഷത്തിൽ വ്യാപിച്ച സ്ഫോടനാവശിഷ്ടങ്ങളായിരുന്നു കാരണം. തുടർന്ന് സ്പേസിൽ റേഡിയേഷൻ വ്യാപിച്ചത് മൂലം ഏതാനും ദിവസം പുതിയ ദൗത്യങ്ങളുടെ വിക്ഷേപണം നിർത്തിവെക്കേണ്ടതായി വന്നു. സ്പേസിൽ വ്യാപിച്ച റേഡിയേഷൻ നിലവിൽ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന പല ഉപഗ്രഹങ്ങളെയും നോക്കൌട്ട് ചെയ്തു എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ആ വർഷം ആദ്യം സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച കോസ്മോസ് 3, കോസ്മോസ് 5 തുടങ്ങിയ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് റേഡിയേഷൻ ലെവലുകൾ അപകടകരമല്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷമായിരുന്നു പിന്നീടുള്ള വിക്ഷേപണങ്ങൾ. 1990കളിലാണ് സ്പേസിൽ ആണവ പരീക്ഷണങ്ങൾ നിരോധിക്കുന്നത്. ഇപ്പോൾ സ്പേസിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് പോലും വിലക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. 1962 ഓഗസ്റ്റ് 11-നാണ് വോസ്റ്റോക്ക് 3 വിക്ഷേപിച്ചത്. ആൻഡ്രിയൻ നിക്കോളായേവ് ആയിരുന്നു പൈലറ്റ്. ആദ്യ ദിവസം തന്നെ സ്ട്രാപ്പുകൾ അഴിച്ച് പേടകത്തിനുള്ളിൽ ഫ്ലോട്ടിംഗ് അവസ്ഥ പരീക്ഷിച്ചു. സ്പേസിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ്.
വോസ്റ്റോക്ക് 3 ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നതിനിടെ തന്നെ US എംബസിക്ക് സോവിയറ്റ് യൂണിയൻ ഒരു കത്ത് നൽകുകയുണ്ടായി. സ്പേസിൽ അമേരിക്ക നടത്തിയ അണുപരീക്ഷണമായിരുന്നു വിഷയം. സമാധാനപരമായ ബഹിരാകാശ ഗവേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ കോസ്മോനോട്ടുകളുടെ ജീവൻ അപകടപ്പെടുത്തുന്ന വിധത്തിലുള്ളതോ ആയ ബഹിരാകാശത്തിലെ ഇടപെടലുകളിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കണമെന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം. തങ്ങൾക്ക് സമീപഭാവിയിൽ ഒന്നും അങ്ങനെ ഒരു ഉദ്ദേശമില്ലെന്ന് അമേരിക്ക മറുപടി നൽകി. നിക്കോളായേവിന് സുരക്ഷിതമായ യാത്രയും ലാൻഡിങ്ങും ആശംസിക്കാൻ അവർ മറന്നുമില്ല. പക്ഷെ സ്പേസിൽ ആണവ പരീക്ഷണം നടത്തുന്നതിൽ നിന്ന് സോവിയറ്റ് യൂണിയനും വിട്ടുനിന്നില്ല. നിക്കോളായേവിന്റെ ഓർബിറ്റിൽ സഹയാത്രികനായ പാവേൽ പോപ്പോവിച്ചിനെ വഹിച്ചുകൊണ്ട് വോസ്റ്റോക്ക് 4 പിറ്റേന്നാണ് വിക്ഷേപിക്കപ്പെട്ടത്. ആദ്യത്തെ റോക്കറ്റിന്റെ വിക്ഷേപണം കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ വിക്ഷേപണത്തിൽ ലോഞ്ച് പാഡ് തയ്യാറാക്കാൻ കഴിഞ്ഞത് മറ്റൊരു വലിയ ചുവടുവെപ്പായിരുന്നു. 2 പേടകങ്ങളും 5 കിലോമീറ്റർ വരെ അടുത്തെത്തിയതായാണ് വിവരങ്ങൾ. ഇതും ബഹിരാകാശ ഗവേഷണത്തിലെ ഒരു വലിയ ചുവടുവെപ്പായിരുന്നു. ഭാവിയിലെ സ്പേസ് റോണ്ടവ്യൂകൾക്കുള്ള തുടക്കം. ഒരു ചെറിയ ചന്ദ്രനെ പോലെ വോസ്റ്റോക്ക് 4 കാണാനായി എന്നാണ് നിക്കോളായേവ് പറഞ്ഞത്. അവർ തമ്മിൽ ഷോർട്ട് വേവ് റേഡിയോ ബന്ധം സ്ഥാപിക്കുകയും ലാൻഡ് ചെയ്യുന്നത് വരെ തുടർച്ചയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സ്പേസിലെ തീക്ഷ്ണമായ ഏകാന്തതയ്ക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഇതോടെ പരിഹാരമായി. രണ്ടുപേരും ദിവസേന ഓരോ മണിക്കൂർ വീതം തങ്ങളുടെ സീറ്റിൽ നിന്ന് സ്വതന്ത്രരായി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. സ്പേസിൽ മനുഷ്യന് എത്രമാത്രം ചലിക്കാനും ജോലി ചെയ്യാനും കഴിയും എന്നറിയാനുള്ള പരീക്ഷണങ്ങൾ. ക്യാബിനിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറ അവരെ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഉറക്കമടക്കമുള്ള അവരുടെ എല്ലാ പ്രവൃത്തികളും കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ഈ കൃത്യത കണ്ട് ലോകം അമ്പരന്ന് നിന്നു. വാർത്ത അമേരിക്കയ്ക്ക് ഒരു ബോംബ് പ്രഹരം തന്നെയായിരുന്നു. An exceptional technical feat എന്നാണ് കെന്നഡി ഈ ദൗത്യത്തെ വിശേഷിപ്പിച്ചത്. കോസ്മോനോട്ടുകളുടെ ധൈര്യത്തെയും അദ്ദേഹം പ്രശംസിച്ചിരുന്നു. ട്രമൻഡസ് അക്കോംപ്ലിഷ്മെന്റ് എന്നാണ് നാസയുടെ വക്താവ് ഇരട്ട ദൗത്യത്തിനെ വിശേഷിപ്പിച്ചത്. ചന്ദ്രനിലേക്കുള്ള മത്സരത്തിൽ അവരെ തോൽപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോഴും അണിയറയിൽ 6 ഓർബിറ്റുകൾ ലക്ഷ്യം വെച്ചുള്ള ഒരു അമേരിക്കൻ ദൗത്യം തയ്യാറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും സോവിയറ്റ് ബഹിരാകാശ ഗവേഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സാങ്കേതിക വിദഗ്ധനെ ലോകം അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടികളും ബഹിരാകാശ യാത്രികരും ലോകം ചുറ്റുകയും ലോകത്തിന്റെയും സോവിയറ്റ് യൂണിയനിലെ ജനങ്ങളുടെയും പ്രശംസകൾ പിടിച്ചുപറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സെർജി കൊറോലേവ് ആരും അറിയാതെ നിശബ്ദനായി വിശ്രമമില്ലാതെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. സോവിയറ്റ് ദൗത്യങ്ങളുടെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ച് പൊതുവെയുള്ള ആരോപണങ്ങൾക്ക് മറുപടിയായി പേടകങ്ങൾക്കുള്ളിലെ കാഴ്ചകൾ സോവിയറ്റ് യൂണിയൻ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. നിക്കോളായേവ് 4 ദിവസം കൊണ്ട് ഭൂമിയെ 64 വട്ടം പ്രദക്ഷിണം ചെയ്തു. പാവേൽ പോപ്പോവിച്ച് 3 ദിവസം കൊണ്ട് 48 തവണയും 7 മിനിറ്റ് വ്യത്യാസത്തിൽ 200 കിലോമീറ്റർ അകലത്തിൽ 2 മൊഡ്യൂളുകളും ലാൻഡ് ചെയ്തു. 3ാമത്തെ ഓർബിറ്റ് പൂർത്തിയാക്കിയതോടെ നിക്കോളായേവ് ബഹിരാകാശത്തിലെ ആദ്യത്തെ മില്യൺ മൈലർ ആയി. 49 ഓർബിറ്റുകളിലായി അദ്ദേഹം ഏതാണ്ട് 2 ദശലക്ഷം കിലോമീറ്റർ സ്പേസിലൂടെ സഞ്ചരിച്ചു. വീനസിന് അടുത്തെത്തുന്നതിനുള്ള നാസയുടെ മാരിനർ പ്രോഗ്രാമിലെ ആദ്യത്തെ ദൗത്യം മാരിനർ 1 കേപ്പ് കനാവറാലിൽ നിന്ന് 1962 ജൂലൈ 22 വിക്ഷേപിച്ചു. 19 മാസത്തിലൊരിക്കൽ വീനസ് ഭൂമിയോട് ഏറ്റവും അടുത്തെത്തും. ഇതിനടുത്തുള്ള 51 ദിവസങ്ങളാണ് വീനസ് യാത്രയ്ക്കുള്ള ലോഞ്ച് വിൻഡോ. നിശ്ചിത ലക്ഷ്യങ്ങളോടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു റോക്കറ്റ് നിശ്ചിത സമയത്തിനുള്ളിൽ വിക്ഷേപിക്കേണ്ടതുണ്ട്. വൈകിയാൽ അത് ഉപയോഗശൂന്യമാകും. ലോഞ്ച് വിൻഡോ നഷ്ടമായാൽ വിക്ഷേപണം നടക്കുകയും ഇല്ല. ആ സമയത്ത് ഹോപ്പ്മാൻ ട്രാൻസ്ഫർ ഓർബിറ്റിലൂടെ ഒരു ദൗത്യം അയച്ചാൽ ഏറ്റവും കുറച്ച് ഊർജം ഉപയോഗപ്പെടുത്തി വീനസിന് അരികിലെത്താനാവും. ദൗത്യത്തെ ഒരു പാർക്കിംഗ് ഓർബിറ്റിൽ എത്തിക്കുകയും തുടർന്ന് മറ്റൊരു റോക്കറ്റ് പ്രവർത്തിപ്പിച്ച് ശുക്രന് നേരെ അയക്കുകയുമാണ് ചെയ്യുക. പാർക്കിംഗ് ഓർബിറ്റിനും എത്തിച്ചേരേണ്ട ഓർബിറ്റിനും ടാൻജൻഷ്യലായ മറ്റൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് ഹോപ്പ്മാൻ ട്രാൻസ്ഫർ ഓർബിറ്റ്. ജർമ്മൻ ശാസ്ത്രജ്ഞനായ വാൾട്ടർ ഹോമാനാണ് ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ്. 3 മാരിനർ R വാഹനങ്ങളാണ് നിർമ്മിച്ചത്. 2 എണ്ണം വിക്ഷേപണത്തിനും 1 എണ്ണം ടെസ്റ്റുകൾ നടത്തുന്നതിനും. ഭൂമിയിൽ എത്തുന്നതിന്റെ ഇരട്ടിയോളം സൗരവികിരണങ്ങൾ താങ്ങാൻ കഴിയുന്ന വിധത്തിലായിരുന്നു പേടകങ്ങളുടെ നിർമ്മിതി. ഇടയ്ക്ക് വെച്ച് പാതയിൽ തിരുത്തൽ വരുത്താൻ വേണ്ട റോക്കറ്റ് മോട്ടോറുകളും നൈട്രജൻ വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസിംഗ് സിസ്റ്റവും ക്രമീകരിച്ചിരുന്നു. കൂട്ടത്തിൽ ഭൂമിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന ആന്റിനയും സൗരോർജ്ജ പാനലുകളും. ശുക്രന്റെ സമീപത്ത് നിന്ന് ഭൂമിയിലേക്ക് വിവരങ്ങൾ കൈമാറുകയും റേഡിയോമെട്രി ഉപയോഗിച്ച് ഗ്രഹത്തിന്റെ ഊഷ്മാവ് അളക്കുകയും ഗ്രഹാന്തര കാന്തിക മണ്ഡലത്തിന്റെ ശേഷി കണക്കാക്കുകയും ഒക്കെ ആയിരുന്നു ലക്ഷ്യങ്ങൾ.
ഉപരിതലത്തിൽ വ്യത്യസ്ത പ്രദേശങ്ങളുടെ ഊഷ്മാവ് അളക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഫ്രാറെഡ് റേഡിയോമീറ്റർ, ഗ്രഹത്തിന്റെയും ഗ്രഹാന്തര സ്ഥലത്തിന്റെയും കാന്തിക മണ്ഡലത്തിന്റെ ശേഷി അളക്കുന്നതിന് വേണ്ട ഫ്ലക്സ് ഗേജ് മാഗ്നറ്റോമീറ്റർ, കോസ്മിക് റേഡിയേഷൻ അളക്കുന്നതിന് വേണ്ട അയണൈസേഷൻ ചേംബർ, പാർട്ടിക്കിൾ ഡിറ്റക്ടർ, കോസ്മിക് ഡസ്റ്റ് ഡിറ്റക്ടർ, സോളാർ പ്ലാസ്മ സ്പെക്ട്രോമീറ്റർ തുടങ്ങിയവയായിരുന്നു ദൗത്യത്തിലെ സംവിധാനങ്ങൾ. ഭൂമിയിലെ ടെലിസ്കോപ്പുകൾ ശേഖരിച്ച വിവരങ്ങളെ അന്ന് ശുക്രനെ കുറിച്ച് നമുക്ക് അറിയാമായിരുന്നുള്ളൂ. ഭൂമിയിൽ 120 ഡിഗ്രി അകലത്തായി കാലിഫോർണിയ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക ഇവിടങ്ങളിലുള്ള 3 കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങളിൽ നിന്നാണ് ദൗത്യത്തെ ട്രാക്ക് ചെയ്യേണ്ടിയിരുന്നത്. 1962 ജൂലൈ 22-നായിരുന്നു മാരിനർ 1 വിക്ഷേപിച്ചത്. എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് വിക്ഷേപണം കഴിഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് ദൗത്യത്തിന് ദിശ തെറ്റി. ആൾതാമസമുള്ള പ്രദേശങ്ങളിലോ കപ്പൽ പാതകളിലോ പതിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് റോക്കറ്റിന് സ്വയം നശിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി. കമ്പ്യൂട്ടറിൽ പ്രീലോഡ് ചെയ്ത ഫ്ലൈറ്റ് ഇക്വേഷനുകളാണ് റോക്കറ്റുകളുടെ പാത നിർണ്ണയിക്കുന്നത്. അതിൽ സംഭവിച്ച ചെറിയ പിശകാണ് ദിശ തെറ്റാൻ കാരണമെന്ന് പിന്നീട് കണ്ടുപിടിച്ചു. ഗൈഡൻസ് സമവാക്യത്തിൽ മുകളിൽ ഒരു ബാറോട് കൂടിയ R എന്ന അക്ഷരം ഉണ്ടായിരുന്നു. ഈ ബാർ മിസ്സായതാണത്രേ ദൗത്യം പരാജയപ്പെടാൻ കാരണം. ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഹൈഫൺ ഇൻ ഹിസ്റ്ററി എന്നാണ് ഇത് അറിയപ്പെട്ടത്. ഇന്നത്തെ കണക്കനുസരിച്ച് 180 മില്യൺ അമേരിക്കൻ ഡോളറാണ് അതിന്റെ വില, 1500 കോടി രൂപ. ഇതേ തുടർന്നാണ് സ്പേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഡിസിപ്ലിൻ പ്ലാനുകൾ രൂപീകരിക്കാൻ തുടങ്ങിയത്. എന്നിട്ടും അപ്പോളോ 11 ലൂണാർ എക്സ്കർഷൻ മൊഡ്യൂളിനെ നിയന്ത്രിച്ചിരുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ പോലും പിഴവുകൾ സംഭവിച്ചിരുന്നു. ടു എർ ഈസ് ഹ്യൂമൻ എന്നല്ലാതെ എന്ത് പറയാം. പരാജയങ്ങൾ തളർന്നു പോകാതിരിക്കുക എന്നതാണല്ലോ പുരോഗമനത്തിന്റെ ആദ്യ പാഠം. ഏറെ താമസിയാതെ നാസ മാരിനർ 2 വിക്ഷേപിച്ചു. 1962 ഓഗസ്റ്റ് 27-ന്. 110 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1962 ഡിസംബർ 14-ന് മാരിനർ ശുക്രന് 34,773 കിലോമീറ്റർ അടുത്തെത്തി. അപ്പോഴത് ഭൂമിയിൽ നിന്ന് 1.5 കോടി കിലോമീറ്റർ അകലെ എത്തിയിരുന്നു. കോടിക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള പേടകവുമായി റേഡിയോ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന വിധം ആ സാങ്കേതിക വിദ്യ വളർന്നിരുന്നു. 6 പതിറ്റാണ്ട് മുമ്പ് 800 മീറ്റർ അകലേക്ക് റേഡിയോ സന്ദേശം അയച്ചുകൊണ്ടാണ് ഏർണസ്റ്റ് റൂദർഫോർഡ് ശാസ്ത്രലോകത്തേക്ക് കടന്നു വന്നത് എന്ന കാര്യം ഇവിടെ ഓർമ്മിക്കാവുന്നതാണ്. മാരിനർ 1 ശരി പകർപ്പ് തന്നെയായിരുന്നു മാരിനർ 2. 1963 ജനുവരി 3 വരെ അതിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്ന് അത് സൂര്യകേന്ദ്ര ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 500 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ശുക്രന്റെ ഉപരിതല ഊഷ്മാവ് കണക്കാക്കിയത്. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ 5ാമത്തെ ദൗത്യമായിരുന്നു മെർക്കുറി അറ്റ്ലസ് 8. വാൾട്ടർ എം ഷിറ ആയിരുന്നു ആസ്ട്രോണോട്ട്. 1962 ഒക്ടോബർ 3-നാണ് വിക്ഷേപിച്ചത്. 6 വട്ടമാണ് അത് ഭൂമിയെ പ്രദക്ഷിണം ചെയ്തത്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദൗത്യം വിജയകരമായി പര്യവസാനിച്ചു. വാൾട്ടർ മാർട്ടി ഷീര നേവിയിൽ പൈലറ്റ് ആയിരുന്നപ്പോഴാണ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 ബഹിരാകാശ യാത്രകളിൽ ഷിറ പങ്കെടുത്തിട്ടുണ്ട്. മെർക്കുറി അറ്റ്ലസ് 8-ന് ശേഷം ജെമിനി 7, അപ്പോളോ 7 തുടങ്ങിയ ദൗത്യങ്ങളിലും പങ്കെടുത്തു. ആകെ 295 മണിക്കൂർ സ്പേസിൽ ചെലവഴിച്ചു. സോവിയറ്റ് യൂണിയന്റെ മാർസ് പ്രോഗ്രാമിലെ ആദ്യത്തെ ദൗത്യമായിരുന്നു മാർസ് 1. 1962 നവംബർ 1-ന് വിക്ഷേപിച്ചു. ചൊവ്വയുടെ 11,000 കിലോമീറ്റർ അടുത്തുവരെ എത്തുകയും ചിത്രങ്ങൾ എടുത്ത് ഭൂമിയിലേക്ക് അയക്കുകയുമായിരുന്നു പ്രധാന ലക്ഷ്യം. ഒപ്പം തന്നെ കോസ്മിക് റേഡിയേഷനെ കുറിച്ചും മൈക്രോ മെറ്റീരിയോയിഡുകളെ കുറിച്ചും ജൈവ തന്മാത്രകൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും പഠിക്കുകയും. ആദ്യം 2 ദിവസത്തെ ഇടവേളകളിലും പിന്നീട് 5 ദിവസത്തെ ഇടവേളകളിലുമായി ദൗത്യത്തിൽ നിന്ന് ആകെ 61 ട്രാൻസ്മിഷനുകൾ ലഭിച്ചു. ഒട്ടേറെ ഗ്രഹാന്തര വിവരങ്ങൾ ഉൾക്കൊള്ളുന്നവ. 1963 മാർച്ചിൽ കമ്മ്യൂണിക്കേഷൻ നിലച്ചു. അപ്പോൾ അത് ഭൂമിയിൽ നിന്ന് 11 കോടി കിലോമീറ്ററോളം ദൂരെ എത്തിയിരുന്നു. പേടകം അപ്പോൾ ചൊവ്വയ്ക്ക് 2 ലക്ഷത്തോളം കിലോമീറ്റർ അടുത്തെത്തിയിരുന്നു. തുടർന്ന് സൂര്യകേന്ദ്ര ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 3.3 മീറ്റർ നീളവും 1 മീറ്റർ വ്യാസവുമുള്ള സിലിണ്ടറിന്റെ രൂപത്തിലായിരുന്നു പേടകം. സോളാർ പാനലുകളും റേഡിയേറ്ററുകളും ചേരുമ്പോൾ വ്യാസം 4 മീറ്ററോളം വരും. 1.7 മീറ്റർ വ്യാസമുള്ള ഒരു ആന്റിനയാണ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചത്. ലക്ഷ്യങ്ങൾ പൂർണ്ണമായില്ലെങ്കിലും ദൗത്യം വലിയ വിജയമായിരുന്നു. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ മെർക്കുറി പ്രോഗ്രാമിലെ അവസാനത്തെ ദൗത്യമായിരുന്നു മെർക്കുറി അറ്റ്ലസ് 9. 1963 മെയ് 15-നാണ് വിക്ഷേപണം. ഗോർഡൻ കൂപ്പർ ആയിരുന്നു ആസ്ട്രോണോട്ട്. ഫെയ്ത്ത് 7 എന്നായിരുന്നു തന്റെ പേടകത്തിന് കൂപ്പർ നൽകിയ പേര്. മെർക്കുറി അറ്റ്ലസ് 9 22 തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തു. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്തിൽ ചെലവഴിച്ച അമേരിക്കയുടെ ദൗത്യം. 34 മണിക്കൂറും 19 മിനിറ്റ് നീണ്ടുനിന്നു കൂപ്പറുടെ യാത്ര.
അവസാനം വരെ പ്രശ്നമൊന്നുമില്ലാതിരുന്ന ദൗത്യത്തിൽ ലാൻഡിംഗ് സമയത്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രത്യക്ഷമായി. ക്യാബിൻ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. അതിനും കൂടിയ ടെമ്പറേച്ചർ താങ്ങാനുള്ള പരിശീലനം ആസ്ട്രോനോട്ടുകൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പേടകത്തിലെ ക്ലോക്കും ജൈറോസ്കോപ്പും തകരാറിലായി. ഇതോടെ ലാൻഡിങ്ങിന്റെ സമയവും ആൾട്ടിറ്റ്യൂഡും നിർണ്ണയിക്കാൻ കഴിയാതെ വന്നു. തുടർന്ന് കൂപ്പർ ദൗത്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. തന്റെ റിസ്റ്റ് വാച്ചും കണ്ണുകളും ഉപയോഗിച്ചാണത്രേ കൂപ്പർ റീ എൻട്രി നടത്തിയത്. എന്നിട്ടും അന്ന് വരെ ഉണ്ടായതിൽ ഏറ്റവും കൃത്യമായ ലാൻഡിംഗ് ആയിരുന്നു അത്രേ ഫെയ്ത്ത് 7-ന്റേത്. കണക്ക് കൂട്ടിയിരുന്നതിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രം അകലെ മാനുവൽ മോഡിൽ എല്ലാ സംവിധാനങ്ങളും ആസ്ട്രോനോട്ട് തന്നെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ആദ്യത്തെ റീ എൻട്രി. ഇത് ഒഴിവാക്കിയാൽ ദൗത്യം പൂർണ്ണ വിജയമായിരുന്നു. ഇതോടെ മെർക്കുറി പ്രോഗ്രാം അവസാനിച്ചു. യാത്രക്കിടെ കൂപ്പർ ടിബറ്റിന്റെ മുകളിൽ നിന്നെടുത്ത ചിത്രമാണ് സ്ലൈഡിൽ. അടുത്ത പടിയായ ജെമിനി പ്രോഗ്രാമിന് തുടക്കമായി. തുടർന്ന് വന്ന ജെമിനി 5 ദൗത്യത്തിലും കൂപ്പർ പങ്കെടുത്തിരുന്നു. സോവിയറ്റ് റഷ്യയുടെ രണ്ടാമത്തെ ഇരട്ട ദൗത്യമായിരുന്നു വോസ്റ്റോക്ക് 5ഉം 6ഉം. വോസ്റ്റോക്ക് 5 കൂടി പരിശോധിച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. 1963 ജൂൺ 14 വോസ്റ്റോക്ക് 5 വിക്ഷേപിച്ചത്. വലേരി ബൈക്കോവ്സ്കി ആയിരുന്നു പൈലറ്റ്. 5 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചിറങ്ങിയത്. അന്ന് വരെയുള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ ദൗത്യം. പല തടസ്സങ്ങൾ മൂലമാണ് നേരത്തെ തന്നെ തയ്യാറായിരുന്ന ദൗത്യത്തിന്റെ വിക്ഷേപണം ജൂൺ വരെ വൈകിയത്. ഒരു ദൗത്യം ഒരു നിശ്ചിത സമയത്തിലേറെ വൈകിയാൽ അത് ഉപയോഗശൂന്യമാവും. ജൂൺ 11 ഉണ്ടായ ഒരു സോളാർ ഫ്ലെയർ മൂലം ദൗത്യം 3 ദിവസം കൂടി വൈകി. സോളാർ ഫ്ലെയർ ഉണ്ടായാൽ 2-3 ദിവസത്തേക്ക് ബഹിരാകാശത്തിൽ ഉയർന്ന ഊർജ്ജ നിലയിലുള്ള കണങ്ങളും റേഡിയോ പ്രസരണവും കൂടുതലായിരിക്കും. സോളാർ ഫ്ലെയറുകളെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ് കൊറോലേവ് പ്ലാൻ ചെയ്തിരുന്നത്. സോളാർ ഫ്ലെയർ ആക്ടിവിറ്റി മൂലം അത് 5 ദിവസമായി ചുരുക്കുകയായിരുന്നുവെന്നാണ് വിക്കിപീഡിയ പറയുന്നത്. 175x222 കിലോമീറ്റർ ഓർബിറ്റാണ് പരിപാടി ഇട്ടിരുന്നത്. പക്ഷെ തുടക്കത്തിലുണ്ടായ ഒരു ചെറിയ പ്രശ്നം മൂലം 112x146 കിലോമീറ്ററെ എത്താനായുള്ളൂ. ഓർബിറ്റിന്റെ ഉയരം കുറയുന്നതിനനുസരിച്ച് ഡ്രാഗ് കൂടുതലാവും. ഇതിനോടൊപ്പം സോളാർ ഫ്ലെയർ ആക്ടിവിറ്റിയും കൂടി ചേർന്നതോടെ ദൗത്യം 5 ദിവസമായി ചുരുക്കുകയായിരുന്നു. എന്നിട്ടും ഒറ്റയ്ക്കുള്ള ബഹിരാകാശ യാത്രകളുടെ കാര്യത്തിലെ ഒരു റെക്കോർഡായി ഇത് അവശേഷിക്കുന്നു. 4720 കിലോ ആയിരുന്നു ദൗത്യത്തിന്റെ ഭാരം. ദൈർഘ്യവും ദൂരവും കൂടുകയും പരീക്ഷണങ്ങളുടെ എണ്ണം കൂടുകയും സംവിധാനങ്ങൾ മെച്ചപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് ദൗത്യത്തിന്റെ വലിപ്പവും ഭാരവും കൂടും. അതനുസരിച്ച് റോക്കറ്റിന്റെ വലിപ്പവും ഇന്ധനവും കൂടുതലാവും. ചിലവും വലിയ രീതിയിൽ വർദ്ധിക്കും. ബഹിരാകാശ ഗവേഷണത്തിലെ ഏറ്റവും വലിയ പരിമിതി ചിലവിനുള്ള പണം കണ്ടെത്തുകയായിരുന്നു. റഷ്യയിലായാലും അമേരിക്കയിലായാലും. 1934 ബൈക്കോവ്സ്കി ജനിച്ചത്. ചെറുപ്പം മുതലേ ഏവിയേഷനിൽ താല്പര്യമുണ്ടായിരുന്നു. 18-ാമത്തെ വയസ്സിൽ മിലിറ്ററി ഏവിയേഷൻ അക്കാദമിയിൽ ചേർന്നു. 5000 മണിക്കൂർ നേരത്തെ ഫ്ലൈയിങ്. 26-ാമത്തെ വയസ്സിൽ കോസ്മോനോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് 2 സോയൂസ് മിഷനുകളിൽ പങ്കെടുത്തു. അവയെക്കുറിച്ച് പിന്നീട്. 1988 അദ്ദേഹത്തെ ആക്റ്റീവ് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി. സൗരയൂഥം താണ്ടിയ മനുഷ്യൻ എന്ന പരമ്പരയുടെ 10-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.